ഹായ് ഗൈസ്, പ്രൊവൈഡർ യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. കൺസ്യൂമർ യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ് മാനേജ്മെൻറ്റിന് ലിമിറ്റേഷൻസ് ഉണ്ട്. UI കോംപ്ലക്സ് ആകും തോറും അത് സ്കെയിലപ്പ് ചെയ്യില്ല. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു സ്ക്രീനാണ് നമുക്ക് ചെയ്യേണ്ടത്. സ്ലൈഡർ മാറ്റുമ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലുള്ള രണ്ട് കണ്ടന്റും അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മളുടെ റിക്വയർമെൻറ്റ് മുകളിലുള്ള സെഗ്മെൻറ്റഡ് കൺട്രോൾ ഏത് ഭാഗത്താണോ ഇരിക്കുന്നത്, റൈറ്റിലാണെങ്കിൽ റൈറ്റിലെ കണ്ടന്റ് മാത്രം അപ്ഡേറ്റ് ചെയ്യണം. കൺസ്യൂമർ യൂസ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രൊവൈഡർ നമുക്ക് തരുന്ന വേറൊരു വിജറ്റാണ് സെലക്ടർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് കോംപ്ലക്സ് ആകും തോറും മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ സ്റ്റേറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ വിജറ്റ്സും റീബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇവൻച്വലി ഇത് സ്ലോ ആയി മാറും. നമ്മൾ UI എത്രത്തോളം കോംപ്ലക്സ് ആണോ അത്രത്തോളം ഇതിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ആദ്യം സ്ലൈഡർ തന്നെ നോക്കാം. സ്ലൈഡർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്ലൈഡറിൻ്റെ വാല്യൂ മാത്രം നോക്കിയാൽ മതി ശരിക്കും. അതായത് സെഗ്മെൻറ്റഡ് കൺട്രോൾ അപ്ഡേറ്റ് ആകുമ്പോൾ സ്ലൈഡർ അപ്ഡേറ്റ് ആവേണ്ടതില്ല. നമുക്കിപ്പം സ്ലൈഡർ നോക്കാം. സ്ലൈഡറിൻ്റെ ബിൽഡറിൽ ഒരു ബ്രേക്ക് പോയിന്റ് ഇടുകയാണ്. ഞാനിവിടെ ടൈപ്പ് ചേഞ്ച് ചെയ്യുകയാണ് സെഗ്മെൻറ്റഡ് കൺട്രോളിൽ. അപ്പോൾ സ്ലൈഡർ റീബിൽഡ് ആവുന്നത് കാണാം. അതേപോലെ തന്നെ സെഗ്മെൻറ്റഡ് കൺട്രോളിൻ്റെ ബിൽഡറിൽ ഒരു ബ്രേക്ക് പോയിന്റ് ഇടുകയാണ്. സ്ലൈഡർ മാറ്റാണ്, അവിടെയും റീബിൽഡ് ആവുന്നത് കാണാം. അപ്പോൾ ഇതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം അല്ല. നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞ പോലെ നമുക്ക് സെലക്ടർ യൂസ് ചെയ്തിട്ട് സെയിം തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് സ്ലൈഡർ തന്നെ ചെയ്യാം. സെലക്ടർ കൺസ്യൂമർ മാറ്റി നമുക്ക് സെലക്ടർ യൂസ് ചെയ്യാം. സെലക്ടറിൽ നമുക്ക് സ്റ്റേറ്റിൻ്റെ ടൈപ്പ് മാത്രം പറഞ്ഞാൽ പോരാ, അത് ഏത് പ്രോപ്പർട്ടീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടി പറയാം. അതിനുശേഷം വരുന്ന എല്ലാ കോൾ ബാക്സിലും പിന്നെ ആ പ്രോപ്പർട്ടിയുടെ ടൈപ്പ് ആയിരിക്കും വരുന്നുണ്ടാവും. നമുക്ക് റിക്വയർഡ് ആയിട്ട് സെലക്ടർ പാസ് ചെയ്യണം. സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടെക്സ്റ്റും സ്റ്റേറ്റും ആണ് കിട്ടുന്നത്. ആ സ്റ്റേറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലൈഡർ വാല്യൂ നമ്മളോട് കൊടുക്കുകയാണ്. ഈ ബിൽഡറിൽ ഇപ്പോൾ ടൈപ്പ് അത് ഡബിൾ ആയി മാറിയിട്ടുണ്ടാവും. ആ സ്ലൈഡർ വാല്യൂവിൻ്റെ ടൈപ്പാണ്. നമ്മൾ അതിപ്പോൾ സ്ലൈഡർ വാല്യൂ ആക്കാണ്. മാറ്റാം. ഇതിപ്പോൾ ഒരു വിജറ്റിൽ ചേഞ്ച് ആയതുകൊണ്ട് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ടൈപ്പ് ഒന്ന് ചേഞ്ച് നോക്കാം. ഇതിവിടെ ഹിറ്റ് ആവുന്നുണ്ടോ നോക്കാം. ടൈപ്പ് മാറ്റുന്നു, പക്ഷേ അവിടെ ഹിറ്റ് ആവുന്നില്ല. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്മെൻറ്റഡ് കൺട്രോൾ മാറുമ്പോൾ ഇപ്പോൾ സ്ലൈഡർ മാറുന്നില്ല. സിമിലർ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് സെഗ്മെൻറ്റഡ് കൺട്രോളിലും ചെയ്യാം. അവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ടർ ആക്കുന്നു. സ്റ്റേറ്റ് അവിടെ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഈ കുപ്പർട്ടിനോ സ്ലൈഡിംഗ് സെഗ്മെൻറ്റഡ് കൺട്രോളിൻ്റെ ഗ്രൂപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്ട്രിംഗ് ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് സ്ട്രിംഗ് ആക്കാം. സെലക്ടറിൽ അവിടെയും കോണ്ടെക്സ്റ്റും സ്റ്റേറ്റും തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റേറ്റ് ഓൺ ഗ്രൂപ്പ് വാല്യൂ ആണ് വാല്യൂ. ഇവിടെ നമുക്കതിനെ സ്റ്റേറ്റ് വേണ്ട, ഇനി ഗ്രൂപ്പ് വാല്യൂ ആണ് നേരിട്ട് കിട്ടുന്നത്. നമുക്കത് നോക്കാം. ഒന്ന് ഹൈറാർക്കി മാറി, വിജറ്റ് മാറിയതുകൊണ്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി സെഗ്മെൻറ്റഡിൽ ഒരു ബ്രേക്ക് പോയിന്റ് ഇടാം. എന്നിട്ട് സ്ലൈഡർ വാല്യൂ മാറ്റാം. നമുക്ക് കാണാം ഇത് മാറുന്നില്ല. ഇതെന്തെങ്കിലും വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെലക്ടറിൽ ഈ നേരത്തെ വന്ന ഈ വാല്യൂവിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ വന്നാൽ മാത്രമാണ് ഈ ബിൽഡർ ഇൻവോക്ക് ആവുള്ളൂ. ഇനി നമുക്കൊരു കസ്റ്റം ആയിട്ടുള്ള ഒരു നേരത്തെ പറഞ്ഞ നമ്മുടെ റിക്വയർമെൻറ്റിൽ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സെലക്റ്റഡ് ആയിരിക്കുന്നത് അത് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ രണ്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഈ ലെഫ്റ്റിൽ നമുക്ക് ഈ കൺസ്യൂമറിനെ സെലക്ടറിലേക്ക് മാറ്റാം. പക്ഷേ ഇവിടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ട്. നമുക്ക് ഇവിടെ സ്റ്റേറ്റിൽ ഇത് ഏത് ടൈപ്പ് ആണെന്ന് കൂടി നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്കത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്ലൈഡർ സ്റ്റേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. ഇവിടെയുള്ള രണ്ടെണ്ണം ഞാൻ അൺകമൻറ്റ് ചെയ്യാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെലക്ടറിൽ നമ്മൾ സ്റ്റേറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് റീബിൽഡ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് അതിൽ ലെഫ്റ്റ് ആണോ വാല്യൂ എന്ന് നോക്കേണ്ടി വരും.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് വേണ്ടത് സ്ലൈഡർ വാല്യൂ ആണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇതിവിടെ ഒരു ജനറിക്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ യൂസ് കേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെലക്ടർ മാറ്റുന്നു. എന്നിട്ട് സ്ലൈഡർ സെറ്റ് തന്നെയാണ് നമുക്ക് തിരിച്ച് ബിൽഡറിൽ കിട്ടേണ്ടത്, അതുകൊണ്ട് അത് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടുത്തെ എന്താ ചെയ്തിരിക്കുന്നത്, സെലക്ടർ ഉണ്ട്, നമ്മളിവിടെ ഷുഡ് റീബിൽഡ് എന്ന് പറയുന്ന ഒരു കോൾ ബാക്കും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് വാല്യൂ ആണെങ്കിൽ മാത്രം ഈ ബിൽഡറിനെ റീബിൽഡ് ചെയ്താൽ മതി എന്നാണ് ഇതിൻ്റെ മീനിങ്. ലെഫ്റ്റിൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് റീബിൽഡ് ചെയ്യാം. റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ലെഫ്റ്റ് ആണ് സെലക്റ്റഡ് ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ ലെഫ്റ്റ് മാത്രം അപ്ഡേറ്റ് ആവുന്നു, റൈറ്റിലേക്ക് മാറ്റുന്നു, ഇതെല്ലാം മാറുന്നു. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തിരുന്ന റിസെറ്റ് ഉണ്ട്. റിസെറ്റ് ചെയ്യുമ്പോൾ ഇത് മാത്രമല്ല രണ്ടെണ്ണം ഒരുമിച്ച് മാറി, കാരണം അത് രണ്ടിലും ചേഞ്ച് വന്നിട്ടുണ്ട്. റിസെറ്റ് നമ്മൾ ചെയ്തിരുന്ന നേരത്തെ സ്റ്റേറ്റിൽ കാണിച്ചിരുന്നു. റിസെറ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്, സ്ലൈഡർ വാല്യൂ മാറുന്നുണ്ട്. ഇനി നമ്മൾ സ്ലൈഡർ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് മാത്രമേ മാറുന്നു, റൈറ്റിലേക്ക് മാറുന്നു, റിസെറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെലക്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. സെയിം കേസ് അവരുടെ ഒരു പ്രോപ്പർട്ടി നേരിട്ടില്ലെങ്കിൽ നമുക്ക് ഗെറ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസിൻ്റെ ഗെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കാണിച്ച കണ്ടന്റിലുള്ള പോലെ ഇവിടെ നമുക്കൊരു ഈ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് അറിയാനുള്ളൊരു ചേഞ്ച് വേണം. മാത്രമല്ല ബിൽഡറിൻ്റെ അകത്തും കോംപ്ലക്സ് ആയിട്ടുള്ള കേസസ് ആണ് വരുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ കേസ് യൂസ് ചെയ്തുകൊണ്ട്, ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരുവിധം ഏത് കോംപ്ലക്സ് ആയിട്ടുള്ള യു ഐ ആണെങ്കിലും നമുക്കൊരു സർട്ടൻ ലെവൽ ഓഫ് പ്ലാനിങ് കൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ഈ ഒരു സെലക്ടറിൻ്റെ ഈ ഫീച്ചർ യൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിൽ ഇനി നമുക്ക് ഈ സ്ലൈഡർ സ്റ്റേറ്റ് തന്നെ വേറെ രീതിയിൽ ഇപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി പക്ഷേ റിയൽ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻസിലെല്ലാം മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. പലതും ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ലോഗ്ഡ് ഇൻ യൂസർ ഉണ്ട്, ആ യൂസറിൻ്റെ റീസെൻ്റ് ആക്ടിവിറ്റി എന്തെങ്കിലും കാണിക്കുകയാണ്. യൂസർ ലെവലിൽ തന്നെ ചേഞ്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചേഞ്ചസ് എന്ത് ചെയ്യേണ്ടി വരും, രണ്ടാമത്തെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്കും വരേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് പ്രൊവൈഡർ തരുന്ന ഒരു പാക്കേജാണ് പ്രോക്സി പ്രൊവൈഡർ എന്ന് പറയുന്നത്. പ്രോക്സി പ്രൊവൈഡറും കൂടി നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഏത് അപ് ടു ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പോലും പ്രൊവൈഡർ യൂസ് ചെയ്ത് മാത്രം നിങ്ങൾക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ പ്രസൻറ്റേഷനിലെ കണ്ടന്റിലുള്ള ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് യൂസ് ചെയ്ത് ചോദിക്കാം. എല്ലാ കമൻറ്റും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.